MCBS സഭാംഗമായ ഫാദർ ജോർജ് കുറ്റിക്കലിനാൽ നയിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ആകാശപ്പറവുകളും അവരുടെ കൂട്ടുകാരും. അഗതികളും ദരിദ്രരുമായ ആരോരുമില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമാണത്. 1992 തൃശ്ശൂർ വെട്ടുകാട് ജയിൽ മോചിതർക്ക് വേണ്ടിയുള്ള സ്നേഹാശ്രമത്തിൽ വെച്ചാണ് തെരുവിൽ അലയുന്നവർക്ക് വേണ്ടി ആദ്യത്തെ ക്യാമ്പുകൾ ആരംഭിച്ചത്. ക്യാമ്പുകളിലേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് അവർ സ്വീകരിച്ച് ആദരവോടുകൂടി ഭക്ഷണം വിളമ്പി ഒന്നിച്ച് ദിവ്യകാരുണ്യ സ്നേഹ മഹോത്സവമായി ആചരിപ്പിക്കപ്പെട്ടപ്പോൾ അവൻ അനേകർ പറഞ്ഞു, ഞങ്ങൾ ഇനിയും തെരുവിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്കൊരു ഷെഡ് ഉണ്ടാക്കി തന്നാൽ മതി, അവിടെ ഞങ്ങൾക്ക് പറ്റുന്ന ചെറിയ ജോലികൾ ചെയ്തും പ്രാർത്ഥിച്ചും ഞങ്ങൾ കഴിഞ്ഞുകൊള്ളാം. അങ്ങനെ തൃശ്ശൂര് PC-ക്ക് അടുത്ത് ചെന്നായിപ്പാറയിൽ 1994 ജാനുവരി 18 പാവങ്ങളുടെ അമ്മയായ വാഴ്ത്തപ്പെട്ട മദർ തെരേസ പറന്നിറങ്ങി ആദ്യത്തെ സെന്ററിന് സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തു, തുടക്കം കുറിച്ചു. കേരളത്തിലെ തൃശൂർ ജില്ലയിലുള്ള ചെന്നായിപ്പാറ എന്ന സ്ഥലത്ത് ആകാശപ്പറവുകളും അവരുടെ കൂട്ടുകാരുമെന്ന പ്രസ്ഥാനത്തിന്റെ ആദ്യ ഭവനം തുടങ്ങുവാൻ സർവശക്തനായ ദൈവം ബഹുമാനപ്പെട്ട അച്ഛനെ അനുഗ്രഹിച്ചു. ആരോരുമില്ലാത്ത അലംബഹീനരായ പാവങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമെങ്കിലും ഉണ്ടാകണമെന്ന അച്ഛന്റെ ആഗ്രഹത്തെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 100-ലധികം ഭവനങ്ങൾ നൽകി സർവശക്തനായ ദൈവം അനുഗ്രഹിച്ചു. ആകാശപ്പറവുകളും അവരുടെ കൂട്ടുകാരുമെന്ന പ്രസ്ഥാനത്തിന് ഇന്ന് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഭവനങ്ങളുണ്ട്. ഈ ഭവനങ്ങളിൽ ദരിദ്രരും പാവപ്പെട്ടവരുമായ അനാഥ മക്കൾ ശുശ്രൂഷിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് നന്ദി. ആകാശപ്പറവുകളും അവരുടെ കൂട്ടുകാരുമെന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഭാരതത്തിന്റെ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയിൽ 2003 ആരംഭിച്ചു. ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ സർവേ പ്രകാരം 1.25 ലക്ഷം ഭവനരഹിതരാണ് തലസ്ഥാന നഗരിയായ ഡൽഹിയിലുള്ളത്. ആരോരും അറിയാതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ശുശ്രൂഷിക്കപ്പെടാതെ വഴിയോരങ്ങളിൽ ജീവിച്ചു മരിക്കുന്ന എത്രയോ ഹതഭാഗ്യർ. നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിച്ചു മരിക്കുന്ന നിർഭാഗ്യവാന്മാരായ ഈ മക്കളുടെ അസ്തിത്വത്തെക്കുറിച്ച് പോലും നമ്മളിൽ ഒട്ടേറെ പേർ ചിന്തിക്കാറില്ല. ഡൽഹി അതിരൂപതാധ്യക്ഷൻ റവറന്റ് വിൻസെന്റ് M. കോൺസസോ ആകാശപ്പറവുകളും അവരുടെ കൂട്ടുകാരുമെന്ന പ്രസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിലെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡൽഹി അതിരൂപതാധ്യക്ഷന്റെ രക്ഷകർത്തൃത്വത്തിന് കീഴിലാണ് ഈ ശുശ്രൂഷകൾ ഇവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാകുന്നു, വാങ്ങി പാനം ചെയ്യുവിൻ, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ അൾത്താരയിൽ തന്നെ നമുക്കായി മുറിച്ചു നൽകുന്നവന്റെ സ്നേഹം എന്നെയും നിങ്ങളെയും സമസ്ത ലോകത്തെയും നിർബന്ധിക്കുകയാണ്. ആരാലും സ്നേഹിക്കപ്പെടാത്ത, ബഹുഭൂരിപക്ഷം പേരാലും തിരസ്കരിക്കപ്പെട്ടിരിക്കുന്ന, ഉച്ചിഷ്ടം പോലെ അനാഥപ്രേതം പോലെ കരുതപ്പെടുന്ന, എന്നാൽ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട തെരുവിൽ അലയുന്ന ദൈവത്തിന്റെ അമൂല്യരും വിലപ്പെട്ടവരുമായ മക്കൾ. അനേകരുടെ മുമ്പിൽ അവർ ഭിക്ഷയാചിക്കുന്നു. മറ്റു ചിലർക്ക് ഭിക്ഷയാചിക്കാൻ പോലും ഉള്ള ബോധമോ തിരിച്ചറിവോ ഇല്ല. അവർ എച്ചിൽ തൊട്ടിയിൽ നിന്നും വഴിയോരങ്ങളിൽ കിടക്കുന്ന മനുഷ്യ വിസർജ്യം പോലും എടുത്തു ഭക്ഷിച്ചും ഒക്കെ ജീവിക്കുകയാണ്. ജെറിക്കോയുടെ തെരുവീതിയിലൂടെ നമ്മുടെ നാഥൻ കടന്നു പോകുമ്പോൾ ജെറിക്കോയുടെ വഴിവക്കിലെ അന്ധഭിക്ഷാടകൻ ബർത്തിമിയൂസ് നിലവിളിച്ചു, ദാവീദിന്റെ പുത്ര
എന്നിൽ കനിയണമേ. ചെതറിപ്പോയ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടിയിറങ്ങിയ ആ നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന ഇടയൻ, ആ നിലവിളി അവിടുത്തെ കാതുകൾ മുഴങ്ങി. അവിടുന്ന് ശിഷ്യരോട് പറഞ്ഞു, അവനെ എൻ്റെ പക്കലേക്ക് കൊണ്ടുവരിക. ആ കൽപ്പന, ആ സ്നേഹ നിർദ്ദേശം ഇന്നും ദിഗന്ധങ്ങൾ തട്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ പ്രതിധ്വനിക്കുകയാണ്. തെരുവിൽ ഭിക്ഷാടകരായും മാനസരോഗികളുമായും അലയുന്ന ഓരോരുത്തരെയും അവന്റെ പക്കലേക്ക് കൊണ്ടുവരിക എന്നുള്ള വിളി. അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ മനുഷ്യത്വത്തിന്റെ ശ്രേഷ്ഠത പുനഃസ്ഥാപിക്കുവാനാണ്. ദൈവത്തിന്റെ വത്സല മകൻ എന്ന നിലയിലും സ്വർഗീയ മുന്തിരിത്തണ്ടായ ഈശോ മിശിഹായുടെ ശാഖ എന്ന നിലയിലും പരിശുദ്ധാത്മാവിൻ്റെ ആലയം എന്ന നിലയിലുമാണ് മനുഷ്യന് അവൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് വളർത്തി ഉയർത്താൻ കഴിയുക. ഇതാ മനുഷ്യത്വം മരവിച്ചു പോയ, കാണാൻ അഴകില്ലാത്ത, ആകാരഭംഗിയില്ലാത്ത, കാണുന്നവർ മുഖം തിരിച്ചു കളയുന്ന തെരുവിലെ ഭിക്ഷാടകർ, ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആർത്തരും ആലംബഹീനരുമായി കഴിയുന്നവർ. അവരെ കണ്ടപ്പോഴല്ലേ നാഥൻ പറഞ്ഞത്, വിളവധികം വേലക്കാരോ ചുരുക്കം. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വേണ്ടി വൈദികരാകട്ടെ, സന്യസ്തരാകട്ടെ, അൽമായ പ്രേക്ഷിതരാകട്ടെ, വൈദിക മേലധ്യക്ഷന്മാരാകട്ടെ, എല്ലാവരെയും അവിടുന്ന് വാത്സല്യത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. തെരുവിൽ അലയുന്ന ഭിക്ഷാടകരും മാനസിക രോഗികളുമാകുന്ന ആ വിളഭൂമിയിലേക്ക് വേലക്കാരായി ഇറങ്ങുവാൻ, വിളിക്കുള്ളിലെ വിളിയായി അനേക ഹൃദയങ്ങളിൽ അതിന്ന് പ്രതിധ്വനിക്കുന്നുണ്ട്. പല രീതിയിൽ ഓരോരുത്തർക്കും ഇതിൽ പങ്കുവഹിക്കാൻ പറ്റും. അവരവരുടെ പ്രത്യേക വിളിയും ദൗത്യവും ഉപേക്ഷിക്കാതെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും തങ്ങളുടെ സഹനങ്ങൾ ഇവർക്കായി കാഴ്ചവെച്ചുകൊണ്ടും ഇവർക്ക് വേണ്ടി പരിത്യാഗ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഇവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞ ഈശോയോട് ചേർന്ന് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ഇവർക്കായി കാഴ്ചവെച്ചുകൊണ്ടും എല്ലാം നേരിട്ട് ഈ രംഗത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ അവിടുന്ന് കുറെ പേരെയെങ്കിലും പ്രത്യേകം വിളിക്കുന്നുണ്ട്. നന്മ ചെയ്ത് ചുറ്റി നടക്കുവാൻ, ഈ തെരുവിൽ അവശരും മരണാസന്നമായി കിടക്കുന്നവരെ തേടിയിറങ്ങുവാൻ ഈശോയ്ക്ക് എന്റെയും നിന്റെയും അല്ലാതെ വേറെ കാലുകളില്ല. അവരോടുള്ള തന്റെ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കുവാൻ എന്റെയും നമ്മുടേതുമല്ലാതെ വേറെ ഹൃദയം അവിടത്തേക്കില്ല. ഈ തെരുവിൽ അലയുന്ന മക്കളുടെ ഹൃദയ നൊമ്പരങ്ങളും വേദനകളും വിങ്ങലുകളും കേൾക്കുവാൻ നമ്മുടേതല്ലാതെ വേറെ കാതുകൾ അവിടത്തേക്കില്ല. അവരെ തെരുവിൽ നിന്ന് കോരിയെടുത്ത് അവരുടെ കണ്ണുനീര് തുടച്ച് അവരുടെ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടി അവർക്ക് സ്നേഹ ശുശ്രൂഷ ചെയ്യുവാൻ ഈശോയ്ക്ക് നമ്മുടേതല്ലാതെ വേറെ കൈകളില്ല. അവരെ ആശ്വാസവചനങ്ങൾ നൽകി സമാശ്വസിപ്പിക്കുവാൻ നമ്മുടേതല്ലാതെ വേറെ അധരങ്ങൾ അവിടത്തേക്കില്ല. ഡൽഹിയിൽ ആകാശപ്പറവുകൾക്ക് 3 ഭവനങ്ങളാണുള്ളത്.
ചത്രപ്പൂരുള്ള ഭവനത്തിൽ പുരുഷന്മാരായ 100ഓളം മക്കൾ ശുശ്രൂഷിക്കപ്പെടുന്നു. ബ്രദർ ഈശോദാസ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷയെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ മക്കളെ സ്വീകരിക്കുവാനായിട്ട്, കൂടുതൽ മക്കളെ സ്വീകരിക്കുവാനായിട്ട് സ്ഥലമില്ല എന്നുള്ള അവരുടെ അവസ്ഥയിലാണ്. അത്യാവശ്യമായൊരു സ്ഥലം ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇവരുടെ എല്ലാ തരത്തിലുമുള്ള ഇവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ശാരീരികവും മാനസികവും ആത്മീയവും വൈകാരികവുമായ ഇവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു ശുശ്രൂഷാ കേന്ദ്രം ഡൽഹിയിൽ അത്യാവശ്യമായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ സ്വർഗധാര ആശ്രമം ഇപ്പോൾ ഇവിടെ വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പോകുന്നത്, സ്ഥലമില്ലാത്തതുകൊണ്ട്. എങ്കിലും ഞങ്ങൾ പലപ്പോഴും പല അവസരത്തിലും ആളുകളെ വിളിക്കുമ്പോൾ അവരെ തള്ളിക്കളയാറില്ല. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ എടുക്കേണ്ടി വരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിലും സാധിക്കുമെങ്കിൽ ഇതിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുന്ന നല്ലതാണ്. ഈ അവസരത്തിൽ മറ്റുള്ളവർ ഈ ശുശ്രൂഷയെ പറ്റി പറയുക, ഒപ്പം തന്നെ പലതരത്തിൽ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ സഹായിക്കാൻ, ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കുകളാകാൻ പറ്റും. ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങോട്ട് കടന്നു വരിക. നിങ്ങൾ നോക്കുക, നിങ്ങൾ കാണാൻ സാധിക്കും ഇത്രയേറെ മക്കൾ ഇവിടെയുണ്ട്. ഇവർ ആഴ്ചയിലേക്ക് കടന്നു വന്നാൽ ഇവരെ ഷേവ് ചെയ്യിക്കുവാനായിട്ട്, ഇവരെ കുളിപ്പിക്കുവാനായിട്ട്, ഒപ്പം തന്നെ സാധിക്കുന്ന സമയങ്ങളെല്ലാം കടന്നു വന്നാൽ ഇവരുടെ വസ്ത്രങ്ങൾ അലക്കുവാനും ഇവരുടെ ഈ ശുശ്രൂഷ ചെയ്യുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ കടന്നു വരുന്നത് വഴി ഞങ്ങൾക്കും ഒത്തിരി അനുഗ്രഹമാണ്. കാരണം ഞങ്ങളുടെ ഭാരത്തിൽ ഒത്തിരി കുറവ് വരും നിങ്ങളുടെ സാന്നിധ്യം വഴി. അതുപോലെ തന്നെ സാധിക്കുന്നിടത്തോളം നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ പറഞ്ഞ് ഭക്ഷണ സാധനങ്ങൾ, നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള ആവശ്യമാണല്ലോ ഭക്ഷണം, അത് നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം ഇവിടെ എത്തിക്കുന്നത് വലിയൊരു അനുഗ്രഹമായിരിക്കും പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ മരുന്ന് കാര്യങ്ങൾ ഒക്കെ ദിവസവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ സാന്നിധ്യവും സഹകരണമൊക്കെ ആണ് ഈ ശുശ്രൂഷയുടെ വിജയം. ഇവരെ പറ്റി പറയുമ്പോൾ ഒരുപക്ഷെ ഇവർ ഹിന്ദി സംസാരിക്കുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ തമിഴോ തെലുങ്കോ കന്നഡയോ വിവിധ ഭാഷ സംസാരിക്കും, നമുക്കറിയാം. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ, ഈ മഹാനഗരത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ആൾക്കാർ വന്നു ചേർന്നിരിക്കുകയാണ്. എല്ലാ സ്റ്റേറ്റുകാരും ഡൽഹിയിലുണ്ട്. എന്നതുപോലെ തന്നെയാണ് ഇതും. എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഈ ഉപേക്ഷിക്കപ്പെട്ട ജീവിതങ്ങൾ ഈ ഡൽഹിയിൽ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, എന്റെ സ്വന്തമായിട്ട് എനിക്ക് കാണാൻ സാധിക്കണം. ദൈവത്തിന്റെ സ്വന്തമാണ്, എന്റെ സ്വന്തമാണ്, എന്റെ മകനാണ്, എന്റെ മകളാണ്, അല്ലെ എന്റെ സഹോദരനാണ്, എന്റെ സഹോദരിയാണ്, എന്റെ അപ്പനാണ്, എന്റെ അമ്മയാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഇതിലൂടെ ലഭിക്കും. ജനിക്കുമ്പോൾ തന്നെ ആരും തെരുവിൽ എത്തപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ. സമൂഹവും സാഹചര്യവുമാണ് അവരെ തെരുവിലാക്കുന്നത്. അവർ വളർന്നു വന്ന സാഹചര്യം, ജീവിച്ചു വരുന്ന സാഹചര്യമൊക്കെ അവരെ തെരുവിലാക്കുന്നു എന്ന് വിചാരിച്ച് നമുക്ക് അവരെ തള്ളിക്കളയാനോ അവർ ഉപേക്ഷിക്കാനോ സാധ്യമല്ല. ഒന്ന് ഓർത്തു നോക്കാം, നമുക്ക് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ഒത്തിരി യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ യാത്രയ്ക്കിടയിൽ നമ്മൾ തെരുവിലെ പോകുമ്പോൾ